ഉണ്ണികൃഷ്ണൻ, നമുക്കറിയാവുന്നതുപോലെ ഇക്കുറിയും പ്രധാനമന്ത്രി എന്താണ് വലിയ വാഗ്ദാനങ്ങളുമായാണോ കേരളത്തിലേക്ക് വരുന്നത് എന്നതറിയാൻ നമ്മൾ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിൽ സംസാരിക്കുന്നു, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഘട്ടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഇത്തവണയും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ വിഷയമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റിൽ UDF-ഉം LDF-ഉം കൊള്ളക്കാരാണ് എന്ന് പറഞ്ഞ ഒരു എക്സ്പോസ് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ യുവാക്കളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതാകും NDA സർക്കാർ എന്ന് പറയുകയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങൾ യുവാക്കൾക്കൊക്കെ നൽകാനുണ്ട് എന്നതുമെല്ലാം പറയാൻ പോവുകയാണ് നരേന്ദ്രമോദി എന്നതാണ് ഇപ്പോൾ അതിൽ രാഷ്ട്രീയം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടി NDA തുടക്കമിടുകയാണ്. പ്രധാനമന്ത്രിയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുന്നത് എന്ന പ്രാധാന്യം കൂടിയുണ്ടല്ലോ. വിവരങ്ങൾ അനുജ, പുതുവർഷം പിറന്ന ശേഷം പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള രണ്ടാമത്തെ വരവാണിത്. ഈ രണ്ടാമത്തെ വരവിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്നു. അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നടക്കാൻ പോകുന്നത് ഇവിടെ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ്. കേന്ദ്ര പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ NDAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് കേരളത്തിലെ സമ്മതിദാനാവകാശം നിർവഹിക്കുന്നവർക്ക് മുന്നിൽ BJP മുന്നോട്ട് വെക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ? BJPയുടെ വികസന രേഖ, കേരളത്തിനായുള്ള വികസന രേഖ, BJPയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കാൻ പോവുകയാണ്. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരിക്കും കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ ഇത്തവണ NDA മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ഇത്തവണത്തെ BJPയുടെ NDAയുടെ പൊളിറ്റിക്കൽ ടാഗ് ലൈൻ എന്ന് പറഞ്ഞത് മാറ്റം വരും, ഈ വികസിത ഭാരതം മോദിക്കൊപ്പം എന്നതാണ്, വികസിത കേരളം മോദിക്കൊപ്പം എന്നതാണ്. അതായത് മോദി ഗ്യാരണ്ടിയായി കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ വെക്കാൻ പോകുന്നു എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ കേരളത്തിലെ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിനെ മറികടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് മറുപടിയായുള്ള എന്തൊക്കെ വാഗ്ദാനങ്ങൾ കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ BJP വെക്കാൻ പോകുന്നതാണ്. NDAയിലെ ഘടകകക്ഷി നേതാക്കളൊക്കെ തന്നെ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടാകും. ഇപ്പോൾ അനുജ, നമ്മൾ കാണുന്ന ഈ വലിയ ജനക്കൂട്ടം, ഇത് NDA കേരളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന പ്രതീക്ഷയുമായി എത്തുന്ന BJP അണികൾ, അതോടൊപ്പം തന്നെ NDAയിലെ ഘടകകക്ഷിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള അണികളൊക്കെ തന്നെ ഇവിടെ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വെച്ചാണ് ഈ പരിപാടികൾ, ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സുകളിലും കാറുകളിലും ഒക്കെ ധാരാളം BJP പ്രവർത്തകരും NDA ഘടകകക്ഷി പ്രവർത്തകരും ഒക്കെ തന്നെ കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. റെയിൽവേയുടെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ദേശീയപാത വികസന അതോറിറ്റിയുടെ പദ്ധതികൾ, BPCLന്റെ പദ്ധതികളൊക്കെ തന്നെ പ്രധാനമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമാണ് NDAയുടെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുക. ഇപ്പോൾ പുതുതായി NDAയുടെ ഭാഗമായിരിക്കുന്ന 2020ലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, അതാണിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിട്ടുള്ളത്. NH66ന്റെ ഉദ്ഘാടന ചടങ്ങ്, അതിലേക്ക് PWD മന്ത്രിയെ ക്ഷണിക്കുന്നില്ല എന്നതുൾപ്പെടെ അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. സംസ്ഥാനം പോർമുഖം തുറന്നിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ ഈ വിഷയത്തിൽ എന്നതാണ്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് തന്നെയാണ് മടങ്ങിയെത്തുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുകയാണ് തേവര നേവൽ ബേസിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.